ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്തേക്ക് ഇറക്കുകയാണ്. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ നിന്ന് വൈദ്യപരിശോധനയ്ക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പുറത്തേക്ക് ഇറക്കുന്നു. ജയശങ്കറുണ്ട്, അരുൺ സോളമനുണ്ട്. ജയശങ്കർ, വലിയ പ്രതിഷേധമൊന്നുമില്ലല്ലോ അല്ലേ? ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം, രാഹുൽ മാങ്കൂട്ടത്തിലിനെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം പുറത്തേക്ക് ഇറക്കി. അവിടെ കുറച്ച് പ്രവർത്തകരൊക്കെ ഉണ്ട്, DYFI പ്രവർത്തകരാണെന്ന് തോന്നുന്നു. പക്ഷേ വലിയ മുദ്രാവാക്യങ്ങളോ പഴയതുപോലെയുള്ള പ്രതിരോധമോ ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെയും വഹിച്ചുകൊണ്ടുള്ള പോലീസ് ജീപ്പ് അവിടെ നിന്ന് നീങ്ങിയിരിക്കുകയാണ്. തിരിച്ച് എയർ ക്യാമ്പിലേക്ക് തന്നെയായിരിക്കും പോവുക. ഉച്ച കഴിഞ്ഞതിന് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോടതിയിൽ ഹാജരാക്കുകയുള്ളൂ എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ജീപ്പ് നേരെ പോകുന്നത് എയർ ക്യാമ്പിലേക്കാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ജീപ്പിനുള്ളിലുണ്ട്. വൈദ്യപരിശോധന പൂർത്തിയായി രാഹുൽ മാങ്കൂട്ടത്തിലെയും കൊണ്ട് ഇപ്പോൾ ജീപ്പ് നേരെ പോകുന്നത് എയർ ക്യാമ്പിലേക്കാണ്. നിലവിലവിടെ പ്രതിഷേധം തന്നെ ഇല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്കൊപ്പം ജയശങ്കറുണ്ട്, അപ്പോൾ അരുൺ സോളമനുണ്ട്. ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലുമായി സംഘം ഇപ്പോൾ ഇനി പോകേണ്ടത് മജിസ്ട്രേറ്റിന് മുന്നിലാണ്. പക്ഷേ ഉച്ചയ്ക്ക് ശേഷമേ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കൂ എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ജനറൽ ആശുപത്രിയിൽ നിന്നും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്തേക്ക് ഇറക്കിയിരിക്കുകയാണ്. അതിനുശേഷം നേരെ പോവുക എയർ ക്യാമ്പിലേക്ക് തന്നെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷമേ രാഹുൽ മാങ്കൂട്ടത്തിലുമായി മജിസ്ട്രേറ്റിൻ്റെ വസതിയിലേക്ക് പോകും. തിരുവല്ല മജിസ്ട്രേറ്റ് അവധിയായതുകൊണ്ട് പത്തനംതിട്ട മജിസ്ട്രേറ്റിനാണ് ഇന്നിപ്പോൾ ചുമതലയുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിടാനാണ് സാധ്യതയുള്ളത്. പോലീസ് കസ്റ്റഡി ഇന്നത്തതുകൊണ്ട് അവസാനിപ്പിച്ച് പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോടതിക്ക് മുമ്പാകെ ഹാജരാക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിക്കാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുകയാണ് ചെയ്യുക. നാളെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നുണ്ട്. ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ SIT തീർച്ചയായിട്ടും ജയശങ്കറുണ്ട്. ജയശങ്കർ, വലിയ പ്രതിഷേധമൊന്നുമില്ലാതെ പോലീസിന് വളരെ പെട്ടെന്ന് തന്നെ വൈദ്യപരിശോധന പൂർത്തിയാക്കി കൊണ്ടുപോകാൻ സാധിച്ചു അല്ലേ? ഇനി എയർ ക്യാമ്പിലേക്കാണോ കൊണ്ടുപോകുന്നത്? ജയശങ്കർ, കേൾക്കാമെങ്കിൽ വൈദ്യപരിശോധന പൂർത്തിയാക്കി എയർ ക്യാമ്പിലേക്ക് മടക്കിക്കൊണ്ടു പോവുകയാണോ? ഉച്ചയ്ക്ക് ശേഷമാണോ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുക? അരുൺ സോളമനുണ്ട്. ജയശങ്കറിലേക്ക് മടങ്ങി വരാം. അരുൺ സോളമൻ, കാര്യമായ പ്രതിരോധമൊന്നും അവിടെ ഉണ്ടായില്ല. DYFI പ്രവർത്തകരാണോ? കുറച്ച് ചെറുപ്പക്കാരൊക്കെ അവിടെ സംഘടിച്ച് നിന്നിരുന്നു. പക്ഷേ കാര്യമായ പ്രതിഷേധമൊന്നും ഉണ്ടായില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലുമായി വാഹനം നേരെ എയർ ക്യാമ്പിലേക്ക് പോവുകയാണ്. അരുൺ, പ്രതിഷേധമൊന്നും ഉണ്ടാകാതെ വൈദ്യപരിശോധന പൂർത്തിയാക്കി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ തിരികെ എയർ ക്യാമ്പിലേക്ക് കൊണ്ടുപോവുകയാണ്. നമ്മൾ കണ്ട പ്രതിഷേധങ്ങളൊന്നും തന്നെ ഇന്നിപ്പോൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ കാണാൻ കഴിഞ്ഞില്ല. പൊതുവിൽ ഒരു ശാന്തമായ ഒരു സമീപനം തന്നെയാണ് പൊതുപ്രവർത്തകരുടെ ഭാഗത്ത് തന്നെ ഒന്നും തന്നെ ആശുപത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. ഇപ്പോൾ കുറച്ച് മുൻപാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വൈദ്യപരിശോധന പൂർത്തിയാക്കിയതിനു ശേഷം ഇപ്പോൾ തിരിച്ച് എയർ ക്യാമ്പിലേക്ക് പൊതുവായിട്ടുള്ള കമന്റുകളൊക്കെ. ഓക്കെ, ജയശങ്കർ തിരിച്ച് എയർ ക്യാമ്പിലേക്ക് കൊണ്ടുപോവുകയാണ്. ഉച്ചയ്ക്ക് ശേഷമാണോ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുക ജയശങ്കർ? അതെ ഡോക്ടർ അരുൺ, പോലീസിന്റെ ഏറ്റവും പുതിയ പദ്ധതി ഇതാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് വൈദ്യപരിശോധന പൂർത്തിയാക്കി തിരികെ എയർ ക്യാമ്പിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം അല്പം ചോദ്യം ചെയ്യലും ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞ് മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കാനാണ് നിലവിൽ പോലീസ് പദ്ധതി ഇട്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ നേരെ വൈദ്യപരിശോധന പൂർത്തിയാക്കി മജിസ്ട്രേറ്റിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാനുള്ള ഒരു പദ്ധതി ഉണ്ടായിരുന്നു. എന്തായാലും ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് വൈദ്യപരിശോധന പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ നിന്ന് പൂർത്തിയാക്കി നേരെ പത്തനംതിട്ട എയർ ക്യാമ്പിലേക്ക് കൊണ്ടുവരും. അതിനുശേഷമായിരിക്കും പിന്നീടായിരിക്കും മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുക. ഡോക്ടർ അരുൺ, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിന് ഇതേപോലെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ച ഘട്ടത്തിൽ വലിയ പ്രതിഷേധം അവിടെ യുവമോർച്ചയും DYFIയും ഒക്കെ നടത്തിയിരുന്നു. രാഹുലിനെ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ ഘട്ടത്തിലും സമാനതകളില്ലാത്ത പ്രതിഷേധമാണ് ഉണ്ടായത്. പക്ഷേ ഇന്ന് ഒരു പ്രതിഷേധം ഉണ്ടായില്ല എന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഒരു സംഘടനകളും ഈ പ്രതിഷേധവുമായി ഇങ്ങോട്ടേക്ക് എത്തിയില്ല. കാരണം നിരന്തരം പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതാണ്. എന്തായാലും പോലീസ് ഈ പ്രതിഷേധങ്ങളൊക്കെ കണക്കിലെടുത്താണ് വലിയൊരു സുരക്ഷ ഏർപ്പെടുത്തിയത്. ഏകദേശം 50ഓളം പോലീസുകാരെ ഇന്ന് രാഹുൽ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാകുന്ന സമയത്ത് കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് മടങ്ങി വരാം.